ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ട്രേഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ട്രേഡ് നല്ല അടിപൊളി ട്രേഡായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓൾറെഡി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ലൈറ്റ്ലി മേലോട്ട് പോയി. ഞാനപ്പോൾ എനിക്കൊരു വ്യൂ എന്തായാലും ഉണ്ടായിരുന്നു, ചെറിയ രീതിക്ക് ഒരു മേലോട്ട് പോകുന്നുള്ള വ്യൂ തന്നെയായിരുന്നു. ഒരു റീട്രേസ്മെൻ്റ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്താണ്, ബട്ട് റീട്രേസ്മെൻ്റ് ഒന്നും വന്നില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഇവിടുത്തെ ഒരു ചെറിയ റീട്രേസ്മെൻറ്റിന് പുറത്ത്, റീട്രേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വ്യൂവിൻ്റെ പുറത്ത് ഞാനൊരു ചെറിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ട്രേഡ് അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞാൽ അത് നമ്മൾ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയിലാണ് കാണിക്കുന്നത്. ഞാൻ എടുത്തത് സെൻസെക്സിലാണ്. സെൻസെക്സിനും ഏറെക്കുറെ ഈ ഒരു ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 10:45 ആ റേഞ്ചിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പോയിൻ്റ് ആയിരുന്നു ട്രേഡ്, എന്തായാലും ബെസ്റ്റ് പോയിൻറ്റ്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ സെൻസെക്സിൽ ട്രേഡ് വ്യൂ കുറച്ച് ഡിലേ ആണെന്നുള്ളതുകൊണ്ടാണ് സെൻസെക്സിൽ എടുത്തത്. നമ്മൾ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, സെൻസെക്സിന് അതേ ഒരു പോയിൻറ്റ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ സെയിം റേഞ്ചിൽ തന്നെ സെൻസെക്സും അത്യാവശ്യം നല്ലൊരു പോയിൻ്റായിരുന്നു. ഈ ഒരു പോയിൻറ്റ് സെൻസെക്സ് അത്യാവശ്യം നല്ലൊരു പോയിൻ്റാണ്. ഇവിടെ നമ്മൾ സെൻസെക്സ് ട്രേഡ് എടുത്തു. കൃത്യം എടുത്തിരിക്കുന്ന നമ്മൾ 5 മണിയായിരുന്നു എടുത്തിട്ടുണ്ടായത്. കുറച്ച് മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തു. എന്തായാലും 80-600 5 മണിയായിരുന്നു നമ്മൾ ബൈ ചെയ്തത്. നോർമലി നമ്മൾ 2 മണിയാണ് ബൈ ചെയ്യുക. കുറച്ചുകൂടി ഒരു നിയറസ്റ്റ് 2 മണിയെങ്കിലും ബൈ ചെയ്യാനായിരുന്നു. ബട്ട് ഞാൻ എന്തായാലും ബൈ ചെയ്തത് ഒരു 5 മണിയായിരുന്നു. അത്യാവശ്യം ഒരു 5 മണി ബൈ ചെയ്തു. ജസ്റ്റ് ഞാൻ ബൈ ചെയ്ത പ്രൈസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതിൽ നിന്നിട്ട് ബൈ ചെയ്ത് അത്യാവശ്യം ഒരു 175 എന്നൊരു പ്രൈസിലാണ് ഞാൻ ആ ഒരു പ്രീമിയം ബൈ ചെയ്തത്. നല്ലൊരു പോയിൻ്റ് ആയിരുന്നു അത്യാവശ്യം. അത് നമുക്ക് അത്യാവശ്യം ഞാൻ എന്നിട്ട് ടാർഗറ്റ് അത്യാവശ്യം ഒരു അപ് ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. ഇന്നെടുത്തത് എന്തായാലും ഒരു അത്യാവശ്യം ഒരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു. നോർമലി എന്നിട്ട് ഈ ഒരു പോയിൻ്റ് ഞാൻ ആദ്യം ടാർഗറ്റ് വെച്ചു. പിന്നെ എന്തായാലും നല്ല രീതിക്ക് അപ് സൈഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ടാർഗറ്റ് പിന്നെ ഓൾ ടൈം ഹൈയിലേക്ക് മാറ്റാണ് ചെയ്തത്. ഓൾ ടൈം ഹൈയിലേക്ക് ടാർഗറ്റ് മാറ്റി. അത്യാവശ്യം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ്സ് എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു 5 മണിയുടെ പുറത്ത് നമ്മൾ എടുക്കുമ്പോൾ 5 മണിയായിരുന്നു. അത് ഒരു 2 മണിയായിട്ട് അത്യാവശ്യം നല്ല പോയിൻറ്റ്സ്, ഏറെക്കുറെ നമുക്കൊരു 550 പോയിൻറ്റ്സ്, അതായത് പെർ ലോട്ടിൽ 550 പോയിൻറ്റ്സാണ് നമുക്ക് സെൻസെക്സിൽ ഇന്ന് ഒരു പ്രോഫിറ്റായിട്ട് വന്നു. പിന്നെ നമ്മൾ ആ ഒരു ട്രേഡ് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം കൂടി ഹോൾഡ് ചെയ്ത് ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാമെന്ന് വിചാരിച്ച് ഏറെക്കുറെ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു പോയിൻറ്റിൽ ഞാൻ എക്സിറ്റ് അടിച്ചു. ഏറെക്കുറെ ഞാൻ ആ ഒരു ട്രേഡിൽ ഏറെക്കുറെ ഒരു നിയറസ്റ്റ് 400 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ബുക്ക് ചെയ്ത് ഏറെക്കുറെ ഒരു 390 പോയിൻറ്റ്സോളം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നതാണ്. സെൻസെക്സ് തന്നെ ആയതുകൊണ്ട് പക്ക 2 മണിയാണ്. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ്സ് വന്നാൽ തന്നെ അഗെയിൻസ്റ്റ് നല്ല രീതിക്ക് വരുന്നത് ഉറപ്പായിരുന്നു. നമ്മൾ ലൈവിലായിട്ട് ട്രേഡ് എടുക്കാറാണ് എപ്പോഴും ചെയ്യാറ്. ഇത് ലൈവ് കാണുന്നുള്ളവർക്കല്ല, ലൈവ് കാണാത്തവർക്കാണ്. ലൈവ് എടുത്തവർക്കും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രോഫിറ്റായിരുന്നു കിട്ടിയത്. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രേഡ് എടുത്തു. അത് സെൻസെക്സിൽ തന്നെ എടുത്തത്. അതും ഈ ഒരു പോയിന്റിൽ ട്രേഡ് എടുത്തു. ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ നമ്മൾ സെൻസെക്സിൽ എടുത്തിരിക്കുന്നത് 81-100 കോൾ ഓപ്ഷൻ ആയിരുന്നു. അത് ഏറെക്കുറെ നമ്മൾ 142 എൻട്രി എടുത്തിട്ട് അത്യാവശ്യം നമ്മളതും ഏറെക്കുറെ ഒരു 80 പോയിൻറ്റ്സോളം ബുക്ക് ചെയ്തിട്ടുണ്ട്. 100 പോയിൻറ്റ്സ് കൂടുതൽ നല്ല പ്രോഫിറ്റ് വന്നതാണ്. ബട്ട് അതും ഒരു 80 പോയിൻറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് പ്രാവശ്യം തന്നെ ഓൾ ടൈമായി ടച്ച് ചെയ്തപ്പോൾ ആ ഒരു റേഞ്ചിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് റൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ആ അപ് ട്രെൻഡ് നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് എന്തായാലും മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻസെക്സിനും അതുപോലെ തന്നെയാണ്. സെൻസെക്സ് ട്രേഡ് വ്യൂ നോക്കി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസെക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് ഡിലേ ആണ് ചാർട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിഫ്റ്റി നോക്കിയിട്ടാണ് സെൻസെക്സ് ട്രേഡ് എടുക്കുന്നത്. സെൻസെക്സ് നോക്കും, ഞാൻ സെൻസെക്സ് ട്രേഡ് വ്യൂ നോക്കില്ല എന്നുള്ളത്. വേറെ നെക്സ്റ്റ് ചാർട്ടിൽ സെൻസെക്സിൻ്റെ ലെവൽസും എത്രത്തോളം മാറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ജസ്റ്റ് നമുക്കിന്ന് ട്രേഡ് എടുത്ത പൊസിഷൻസ് നമുക്ക് ലാസ്റ്റ് കാണാം. ഫ്യൂച്ചറും അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഫ്യൂച്ചറും കൂടി നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുക. അതായത് നമ്മൾ നോർമലി ഇൻഡെക്സ് മാത്രമല്ല ഫ്യൂച്ചറും കൂടി നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ കിട്ടുന്നതാണ് എൻ്റെ വ്യൂവിൽ. എൻ്റെ ട്രേഡിങ് നമ്മൾ ലൈവായിട്ട് പറയാനുള്ളതാണ്. അത്യാവശ്യം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നല്ലൊരു പ്രോഫിറ്റ് എന്തായിരുന്നു മേക്ക് ചെയ്യാൻ പറ്റി. ഇതാണ് നമ്മൾ ട്രേഡ് എടുത്ത പൊസിഷൻസ്. അത് 2 ട്രേഡ്സ് എടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളി ട്രേഡ്സ് തന്നെയായിരുന്നു. ഏറെക്കുറെ 10:46 എടുത്തിട്ട് ഫസ്റ്റ് ട്രേഡ് ഏറെക്കുറെ നമുക്കൊരു 3 hours കൂടുതൽ വെയിറ്റ് ചെയ്തു. പിന്നെ അടുത്ത് നമ്മളൊരു 2:45 വീണ്ടും ഒരു ട്രേഡ് എടുത്തു. അത് ഏറെക്കുറെ 3:12 ആ ഒരു ടൈം ഫ്രെയിമിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിരുന്നു. എൻട്രി എടുത്ത പൊസിഷൻസ് എക്സിറ്റ് വളരെ ക്ലിയർ. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ട്രെൻഡിങ് ഡേ തന്നെ ആയിരുന്നു ഇന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ നോർമലി ഞാൻ ഡേ ട്രേഡിൻ്റെ വീഡിയോ ഇടുന്നില്ല. പിന്നെ എനിക്ക് ഇന്നൊരു ഫ്രീ ആണ്, പിന്നെ നല്ലൊരു ട്രേഡുമായിരുന്നു, അതുകൊണ്ട് മാത്രമേ വീഡിയോ ഇട്ട്. അല്ലാത്ത പക്ഷേ ഞാൻ അധികം വീഡിയോ ഇടുന്നതല്ല, ജസ്റ്റ് ലൈവ് കാണുന്നവർക്ക് മാത്രം ഇടാം. എന്തായാലും അപ്പം തന്നെ ഗൈസ്, അപ്പം എന്തായാലും ഓക്കെ, ബൈ.